തുർക്കിയിലെ ഇസ്താംബുൾ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനത്തിലെ കാർഗോയിൽ 1 മണിക്കൂറോളം കുടുങ്ങിപ്പോയി അവിടുത്തെ ഒരു ജീവനക്കാരൻ. വിമാനം പറന്നുയർന്നതിന് ശേഷമാണ് വിമാനത്താവളത്തിലെ ജീവനക്കാർ പോലും തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഇതിനുള്ളിൽ പെട്ടുപോയതായി മനസ്സിലാക്കിയത്. അലി സെലിക്ടൺ എന്ന 29-കാരനായ ജീവനക്കാരനാണ് ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയത്. ടർക്കിഷ് എയർലൈൻസിൻ്റെ എയർബസ് A321-200 ഇനത്തിൽപ്പെട്ട വിമാനത്തിലാണ് സംഭവം നടന്നത്. വിമാനത്തിലെ ലഗേജ് സ്റ്റോറിൽ കയറി എല്ലാ യാത്രക്കാരുടെയും ലഗേജുകളൊക്കെ തന്നെ കൃത്യമായ സ്ഥാനത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളതെന്ന് നിരീക്ഷിക്കുകയായിരുന്നു അലി. എന്നാൽ വളരെ പെട്ടെന്നാണ് വിമാനത്തിൻ്റെ ഈ ലഗേജ് സ്റ്റോറിൻ്റെ വാതിലുകൾ ജീവനക്കാർ അടച്ചത്. അലി ഇതിനുള്ളിൽ ഉള്ളതായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാതിലടച്ചു. പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാക്കുകയും ചെയ്തു. വിമാനത്തിൻ്റെ ശബ്ദവും അതുപോലെ കാറ്റുമൊക്കെ കാരണം ആരും ഇയാളുടെ നിലവിളി കേട്ടതുമില്ല. 30,000-ലധികം അടി ഉയരത്തിൽ വിമാനം പറക്കുന്ന സമയത്ത് വിമാനത്തിനുള്ളിലെ തണുപ്പ് ക്രമാതീതമായി കുറഞ്ഞു. -26°C തണുപ്പ് മാറി. അലിക്ക് അതിനകത്ത് ഇരിക്കാനോ നിൽക്കാനോ കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടെന്ന് എത്തിച്ചു. ഇസ്താംബുൾ വിമാനത്താവളത്തിലെ ജീവനക്കാർ കുറേ നേരമായി അലിയെ കാണാതായപ്പോൾ അയാൾ പുറത്തുവിടെ പോയതാണ് എന്ന് ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നു എങ്കിലും പിന്നീട് അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ വിമാനത്തിലെ കാർഗോ റൂമിനുള്ളിലേക്ക് കയറുന്നതായി കാണുന്നത്. അബദ്ധം മനസ്സിലാക്കിയ വിമാനത്താവളത്തിലെ ജീവനക്കാർ അടിയന്തരമായി വിമാനത്താവളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. എന്നാൽ ഏതൻസിലേക്ക് പോകേണ്ട വിമാനം തുർക്കിയിൽ തന്നെ മറ്റൊരു വിമാനത്താവളത്തിൽ അടിയന്തരമായി അപ്പോൾ ഇറക്കുകയായിരുന്നു. അയാളുടെ ആരോഗ്യനിലയിൽ വലിയ മാറ്റമുണ്ട്. മാത്രമല്ല ഇയാൾക്കിപ്പോൾ മാനസിക ചികിത്സയും ഡോക്ടർമാർ നൽകുന്നുണ്ട്.